എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയൊരു കാഴ്ച. നമ്മുടെ നാട്ടിൽ കൊതുക് എങ്ങനെ ഉണ്ടാകുന്നു? കാരണം ഓടയില്ല, ഒന്നുമില്ല, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊന്നുമില്ല. പക്ഷേ കൊതുകിൻ്റെ ശല്യം ഭയങ്കരം. എങ്ങനെയാണ് കൊതുക് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടോ? ഇത് ഞാൻ ഒരു കാടിൻ്റെ ഉള്ളിലെ ഒരു മതിലിൻ്റെ സൈഡിൽ കിടക്കുന്നൊരു കാഴ്ചയാണിത് കേട്ടോ. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊരു തേങ്ങയുടെ ഒരു മുറിയാണ്. ആരോ കരുക്ക് വെട്ടി കളഞ്ഞിട്ട് ആ മുറി ഈ മതിലിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഉപേക്ഷിച്ചതാണ്. ഇപ്പോൾ നോക്കണം, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പം നിങ്ങൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? നോക്ക്, കണ്ടോ? കൊതുക് മുട്ടയിട്ട് എത്രയോ കുഞ്ഞുങ്ങളൊന്നും പിടിയും കിട്ടുന്നില്ല. അതുപോലെ കണ്ടോ, കാണിക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. തേങ്ങ വെട്ടി മുറിച്ച് പറമ്പിൽ എറിയും, അവിടെ എറിയും. എന്നിട്ട് ഇതുപോലെ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പെരുകുന്ന ഒരവസ്ഥയാണിപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഞാനല്ലേ, ഇതാത് എത്ര കൊതുകുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. ഇത് കണ്ടോണേ, നോക്കണേ. കാണിച്ചു എന്താ? സബാഷ്, എന്താ സംഗതി! എന്താണ് കിടക്കുന്ന കിടപ്പ്! വേണ്ട, ഇതാണ് അവസ്ഥ. നിങ്ങളെല്ലാം മനസ്സിലാക്കണം. ഇത് കണ്ടോ, എത്ര കൊതുകാന്ന് നോക്കിക്കേ. നിങ്ങൾ ആരെങ്കിലും കാണുന്നത് അറിയണം. ഇതുപോലെ മലയെണ്ണ കടിച്ച് തെങ്ങിൻ്റെ ചോട്ടിലിടും, കണ്ടില്ല? ഇതെല്ലാം അതായത് മൂപ്പാത്തിക്കൊണ്ടിരിക്കുന്ന കൊതുകാണ് കേട്ടോ. കണ്ടോ? കണ്ടോ? കിടന്ന് കാണിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കാടിൻ്റെ സ്ഥലത്തായിരുന്നു കണ്ടോ. അതുപോലെ ഇത് കണ്ടോ, മലയെണ്ണ കടിച്ചിരിക്കുന്ന തേങ്ങയാണ് കണ്ടോ. നോക്കി, ഇതിൻ്റെ ഉള്ളിലും ഉണ്ട് കണ്ടോ. അപ്പോൾ കർഷകർക്ക് തേങ്ങ ഇടണ്ട. ഇവിടെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇതേ കിടക്കുന്നുണ്ട് അടുത്തത്. ഇത് കാട്ടിൻ്റെ ഉള്ളിലാണേ. ഒരു തെങ്ങുണ്ട് ഇവിടെ. ഇതിൽ നിന്ന് മലയാളം കടിച്ചും ഇവിടെ കിടക്കും. കിടക്കുന്നു കേട്ടോ. ഇത് നോക്കി, ഇതുണ്ടോ? ഇതിപ്പോൾ ഞാനിവിടെ നമ്മുടെ മൊത്തം പറക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാടിനുള്ളിലാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മാറ്റിക്കളയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കിടക്കാൻ പറ്റത്തില്ല. ഓടയില്ല, എന്നിട്ട് കൊതുക് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, ബൈ.